നമസ്കാരം. ദക്ഷിണേന്ത്യ പിടിച്ചടക്കുവാൻ PFI ശ്രമം നടത്തുന്നതായി റിപ്പോർട്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു അടിയന്തരമായ ഒരു അവസ്ഥയുണ്ടാക്കുവാൻ PFI ശ്രമം നടത്തുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അതിനിടയിൽ തന്നെ ഒരു ആഭ്യന്തര സംഘർഷമുണ്ടാക്കുകയും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെയുള്ള വലിയ ആക്രമണങ്ങൾക്ക് ഇവർ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരെ വെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ കീഴിലുള്ള ഇസ്ലാമിക കേഡർമാർക്ക് ശക്തമായ ക്ലാസുകൾ ഇവർ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരം അറിയാൻ കഴിയുന്നവർക്ക് പല പദ്ധതികളുമുണ്ട്. ഹിന്ദു സ്ത്രീകളെ വിവാഹം കഴിച്ച് മതം മാറ്റുക, അങ്ങനെ പല പദ്ധതികളും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പദ്ധതികളും ഇതിലൂടെ നടപ്പിലാക്കുവാനും ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇന്ന് പട്യാല കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ 3 നേതാക്കന്മാർക്കെതിരെയുള്ള കേസുകൾ നടക്കുന്നതിനിടയിലാണ് ഈ നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിച്ചെടുക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ PFI ആരംഭിച്ചിരുന്നതായും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ നിരോധനം വന്നതിന് ശേഷം അവർ ചേക്കേറിയിരിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾക്ക് ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെനഞ്ഞെടുക്കുന്നതായിട്ടും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ ഉള്ള ഒരു ശ്രമങ്ങളുമായിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി സാക്ഷിമൊഴികൾ ഉണ്ട്. കേരളത്തിലെ അവസ്ഥ വളരെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. PFIയുടെ രാഷ്ട്രീയ മുഖമായ SDPയെ തലയിലേറ്റാൻ വേണ്ടിയിട്ട് UDFും LDFും മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. SDPIയുടെ ചുമലിലേറിയാണ് ഇടതുപക്ഷം അധികാരത്തിൽ പലയിടത്തും ഏറിയിരിക്കുന്നത് എന്ന് SDPI തന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, പാലക്കാട് വിവിധ ഇടങ്ങളിൽ അതത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കി അവിടുത്തെ സംഘടനകളിലേക്ക് അവർ ചേക്കേറുകയാണ്. അവരുടെ ഒരു സ്ഥിരം പതിവ് കാഴ്ചയായിട്ട് SDPI മാത്രമല്ല, അവരോടൊപ്പം തന്നെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും ഉണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിയും കൂടെ പിന്തുണയോടുകൂടി വലിയ ഭീകരവാദ ശ്രമങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദക്ഷിണേന്ത്യയിലും തിരുപ്പുറം കുണ്ട്രവുമായി ബന്ധപ്പെട്ട് എടുത്തു നോക്കിയാൽ അവിടെ SDPIക്ക് വലിയ പിന്തുണയാണ് DMK സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിൽ വളരെ നാമമാത്രമായ കാലം തമിഴ്നാട്ടിൽ ഭരണം നടത്തിയിരുന്ന ഒരു സുൽത്താൻ, ആ സുൽത്താൻ്റെ പേരിലുള്ളൊരു ദർഗ തിരുപ്പുറം കുണ്ട്രം, മുരുകനെ സംബന്ധിച്ചിടത്തോളം മുരുകൻ്റെ 6 പ്രധാനപ്പെട്ട വാസസ്ഥാനങ്ങളിലൊന്നായ തിരുപ്പുറം കുണ്ട്രത്ത് ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നും തിരുപ്പുറം കുന്നിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ ദർഗയുടെ പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്. ആ ദർഗയുടെ പേരിൽ തിരുപ്പുറം കുണ്ട്രത്തെ അരുൾമിகு സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ദീപത്തൂണിൽ ദീപം തെളിയിക്കാനുള്ള അവകാശം പോലും ഹിന്ദുവിന് നിഷേധിക്കുന്ന തരത്തിലാണ് അവിടുത്തെ DMK സർക്കാർ മുന്നോട്ട് പോകുന്നത്. അവിടെ SDPIക്ക് അവിടെ മാംസാഹാര ബിരിയാണി വെച്ച് വിളമ്പുവാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തു അവിടുത്തെ DMK സർക്കാർ. അവിടെ ഹിന്ദു നടത്തുന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രക്ഷോഭങ്ങളെ മതവിരുദ്ധ കലാപങ്ങളായിട്ടാണ് DMK സർക്കാർ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ തടയുവാനും അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുവാനും DMK സർക്കാർ മുതിർന്നു. ഹിന്ദു സനാതന ദൈവങ്ങൾ വളരെ അപക്വമായിട്ടുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളാണ് സനാതന ധർമ്മത്തിലുള്ളത് എന്ന് ഉദയനിധി സ്റ്റാലിൻ കുറച്ച് നാളുകൾക്ക് മുന്നേ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ ഹിന്ദുവിന് നേരെ നിരന്തര ആക്രമണങ്ങൾ നടത്തുകയും അവിടുത്തെ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ സാഹചര്യം തമിഴ്നാട്ടിലുണ്ട്. ഈ കേസ് പറഞ്ഞ സ്വാമിനാഥൻ എന്ന ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യുവാൻ, പുറത്താക്കുവാൻ കൂടി DMK സർക്കാർ ശ്രമങ്ങൾ നടത്തിയിരുന്നു. കേരളത്തിലും സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കാര്യമെടുത്താൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയും ഭീകരവാദ ക്യാമ്പുകൾ അനവധി നടന്നു. വാഗമണ്ണിൽ ഉൾപ്പെടെ നടന്ന ഭീകരവാദ ക്യാമ്പുകളെ സംബന്ധിച്ച് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള തുമ്പുമില്ല. ജമാഅത്തെ ഇസ്ലാമിയെ
ഇസ്ലാമിക്കും SDP-ക്കും മാദിനിക്കും തുടങ്ങി ഭീകരവാദികൾക്ക് വലിയ പിന്തുണയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ LDF-ഉം UDF-ഉം അതോടൊപ്പം തന്നെ അവരുടെ സഖ്യകക്ഷിയായ DMK-യും ഒക്കെ ചേർന്ന് നൽകുന്നത്. എന്തായാലും ഇത് കാര്യങ്ങൾ ശുഭകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ അല്ല മുന്നോട്ട് പോകുന്നത്. വളരെ ജാഗരൂകമായി ഇതിനെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമാണ്. അതായത് ദക്ഷിണേന്ത്യ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക, കട്ടിംഗ് സൗത്ത് എന്ന ക്യാമ്പയിൻ്റെ നെടുനായകത്വത്തിലേക്ക് അവരുടെ മുൻനിര പോരാളിയാണ് ഇസ്ലാമിക ഭീകരവാദികൾ. ആ ഇസ്ലാമിക ഭീകരവാദികൾക്കൊപ്പമാണ് ഇവിടുത്തെ ഇടതുപക്ഷവും UDF-ഉം അതായത് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കോൺഗ്രസും CPIM-ഉം CPI ഉൾപ്പെടെയുള്ള പാർട്ടികളും അതോടൊപ്പം തന്നെ DMK-യും എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.